ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ജസീസ് മാജിക് കിച്ചൺ. അപ്പോൾ നമ്മൾ ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു പായസമാണ്. എൻ്റെ ഉമ്മയുടെ റെസിപ്പി കൂടിയാണ്. നമുക്കതെങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. അതിനുവേണ്ടി ഞാനിവിടെ 1 കപ്പ് ചെറുപയർ എടുത്തിട്ടുണ്ട്, 1 കപ്പ് പച്ചരി എടുത്തിട്ടുണ്ട്. രണ്ട് ഒരേ കപ്പ് വീതം വേണം എടുക്കാൻ. അത് നന്നായിട്ടൊന്ന് കഴുകിയിട്ട് കുതിർത്ത് വെച്ചതാണ്. പിന്നെ 1/2 കിലോ ശർക്കരയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. പിന്നെ തേങ്ങയുടെ 1-ാം പാലും 2-ാം പാലും എടുത്തിട്ടുണ്ട്. 1-ാം പാലാണെങ്കിൽ 1.5 കപ്പ്, 2-ാം പാൽ ഞാനിവിടെ ഒരു 4-4.5 കപ്പോളം വരും, അത്ര എടുത്തിട്ടുണ്ട്. കുറച്ച് തേങ്ങാക്കൊത്തെടുത്തിട്ടുണ്ട്. ആദ്യം നമുക്കൊരു കുക്കറിനകത്ത് ഈ പച്ചരിയും പയറും ഒന്ന് നന്നായിട്ട് വേവിച്ചെടുക്കണം. ഇതിനകത്ത് ഞാൻ വെള്ളമല്ല ഒഴിക്കുന്നത്, തേങ്ങാപ്പാൽ ചേർത്തിട്ടാണ് ഇത് നന്നായിട്ട് വേവിച്ചെടുക്കേണ്ടത്. അപ്പോൾ പ്രത്യേകം തന്നെ ഒരു ടേസ്റ്റാണ് കേട്ടോ ഈ തേങ്ങാപ്പാൽ ചേർത്ത് വേവിക്കുമ്പോൾ. ആദ്യം ഇത് ഒരു കുക്കറിനകത്ത് പച്ചരിയും പയറും ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം വേണം ഇതിലേക്ക് നമുക്ക് ആ തേങ്ങയുടെ 2-ാം പാൽ ഒഴിക്കാൻ. 2-ാം പാൽ ഒഴിച്ചിട്ടാണ് ഇത് നന്നായിട്ട് നമ്മളിത് വേവിച്ചെടുക്കുന്നത്. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു പായസമാണ് കേട്ടോ ഇത്. ഈ 2-ാം പാലിലൊക്കെ വേവിക്കുമ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ ആ ഫ്ലേവറും നല്ലൊരു ടേസ്റ്റും പ്രത്യേകം പറഞ്ഞറിയിക്കാത്തൊരു ടേസ്റ്റ് തന്നെയാണ് കേട്ടോ ഈ പായസം. ഇപ്പം ശർക്കരയും ഞാൻ കറക്റ്റ് അളവാണ് എടുത്തിരിക്കുന്നത്. ഇതാകുമ്പം ഈ 1/2 കിലോ ആകുമ്പം കറക്റ്റ് ആവശ്യത്തിനുള്ള മധുരം തന്നെയാണ്. ഇനി ഇതിലേക്ക് നമുക്ക് ആ പാലൊഴിച്ച് കൊടുക്കാം. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം വേണം ഇത് വേവിച്ചെടുക്കാൻ. ഇത് നന്നായിട്ട് അടച്ച് വെച്ചിട്ട് ഇതിൻ്റെ ഒരു 4 വിസിൽ വരുന്നിടം വരെ വേണം ഇത് വേവിക്കാൻ. ഇതിപ്പം 4 വിസിൽ വന്നതിന് ശേഷം ഞാനിതൊന്ന് ഓഫാക്കുവാണ്. ഓഫാക്കിയിട്ട് ഇതിൻ്റെ പ്രഷറൊക്കെ ഒന്ന് നന്നായിട്ട് പോയിട്ട് ശേഷം വേണം നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാൻ. ഇതിപ്പം പ്രഷറൊക്കെ പോയതിന് ശേഷം ഞാനിത് ഓപ്പൺ ചെയ്തതാണ്. കണ്ടോ, ഇപ്പോൾ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ആ തേങ്ങാപ്പാലിലൊക്കെ കിടന്ന് നന്നായിട്ട് വെന്ത കറക്റ്റ് തേങ്ങാപ്പാലുമാണ്, കറക്റ്റ് കപ്പ് അളവിൽ തേങ്ങാപ്പാലുമാണ് ഇതിനകത്ത് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ ഉരുക്കി വെച്ചിരിക്കുന്ന ശർക്കര ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് വീണ്ടും ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഈ ശർക്കര ഒഴിക്കുമ്പോൾ നമുക്ക് ഇതിൻ്റെ ഫ്ലെയിം ഒന്ന് കുറച്ച് വെക്കണം. കുറച്ച് വെച്ചിട്ട് വേണം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഈ പയറും ഈ അരിയെല്ലാം കൂടെ ഈ ശർക്കരയിൽ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഒന്ന് കിടന്ന് തിളച്ച് വരുമ്പോഴാണ് ആ ശർക്കരയും കൂടെ ഇതിനകത്തൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് അടിയിൽ പിടിക്കാതിരിക്കാനാണ് ഒന്ന് ലോ ഫ്ലെയിമിൽ വെക്കണമെന്ന് പറഞ്ഞത്. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മളതുപോലെ ഈ ചെറുപയറും അരിയൊക്കെ എടുക്കുന്നതിന് കുറച്ച് മുമ്പ് തന്നെ നമ്മളൊന്ന് വെള്ളത്തിൽ, ഞാനിപ്പോൾ ഏകദേശം ഒരു 1/2 മണിക്കൂർ കുറച്ച് മുമ്പേ തന്നെ വെള്ളത്തിൽ ഇട്ടിട്ടാണ് ഇത് കഴുകിയെടുത്തത്. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്കിത് കുക്കായി കിട്ടും. ഇതിപ്പോൾ കറക്റ്റ് 4 വിസിലാണ് ഞാനിവിടെ എടുത്തിട്ടുണ്ട്. 4 വിസിലായിപ്പോൾ ഓഫാക്കിയിട്ടുണ്ട്. അപ്പോൾ കറക്റ്റ് വേവായിട്ട് തന്നെ ഉണ്ട്. നേരത്തെ കുതിർത്ത് വെച്ചത് കൊണ്ടാണ്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ശർക്കരയും കൂടെ ഒഴിച്ചിട്ട് കുറച്ചുകൂടെ ഒന്ന് നമുക്ക് വറ്റി വേണം ഇത് കിട്ടാൻ. കണ്ടപ്പോൾ കുറച്ച് തിക്കായിട്ടുണ്ട്. ഇനി ഇതിലേക്കൊരു 2 ടീസ്പൂൺ ജീരകവും ഏലക്കയും കൂടെ ചേർത്ത് നന്ന് പൊടിച്ചതാണ്. ഇതിന് ജീരകത്തിൻ്റെ ഫ്ലേവർ ഇതിനകത്ത് കുറച്ച് മുന്തി നിൽക്കണം കേട്ടോ. അപ്പം അതാണ് ഇതിൻ്റെ ഒരു നല്ലൊരു ഫ്ലേവർ, നല്ലൊരു ടേസ്റ്റും. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കുറച്ച് തിക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1-ാം പാലൊന്ന് ഒഴിച്ചു കൊടുക്കാം. 1-ാം പാൽ ഒഴിച്ചതിന് ശേഷം പിന്നെ ഇത് നന്നായിട്ട് തിളപ്പിക്കരുത്, ജസ്റ്റ് ഒന്ന് ചൂടായാൽ മതി. എല്ലാം കൂടെ ഒന്നുകൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടാവുമ്പോൾ തന്നെ ഇതിൻ്റെ ഫ്ലെയിം ഒന്ന് ഓഫാക്കണം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് കുറച്ചുകൂടെ തിക്കാവും.
ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് തേങ്ങാക്കൊത്തൊന്ന് വറുത്തെടുക്കണം. അതിലേക്ക് ഞാനിപ്പം 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് ആദ്യം നമുക്ക് ഈ തേങ്ങാക്കൊത്ത് അങ്ങനെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. ജസ്റ്റ് ഒരു ബ്രൗൺ നിറം ആകുന്നത് വരെ ഇതൊന്ന് വറുത്തെടുക്കണം. അതുപോലെ തന്നെ കുറച്ച് നട്ട്സും റേസിൻസൊക്കെ കുറച്ച് മതി, കുറച്ച് എടുത്ത് വെക്കാം. അപ്പോൾ ഇത് തേങ്ങാക്കൊത്തിട്ട് വറുത്തതിന് ശേഷം അതും കൂടെ ഒന്ന് നെയ്യിലൊന്ന് വഴറ്റിയെടുക്കാം. ഈ പായസത്തിൽ ഈ തേങ്ങാക്കൊത്തൊക്കെ ഇടുമ്പോൾ തന്നെ നല്ലൊരു ടേസ്റ്റാണ്. ഇതൊന്നും തന്നെ സ്കിപ്പ് ചെയ്യരുത്. ഇതെല്ലാം കൂടി ചേർക്കുമ്പോൾ തന്നെയാണ് ഈ പായസം ഒരു നല്ല ടേസ്റ്റ് വരുന്നത്. ഇപ്പോൾ തേങ്ങാക്കൊത്ത് റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് മാറ്റി വെച്ചിട്ട് ഇനി റേസിൻസും നട്ട്സൊക്കെ ഒന്ന് വറുത്തിട്ട് അതൊന്ന് ഇട്ട് കൊടുക്കാം. ഈ ബാക്കിയുള്ള തേങ്ങാക്കൊത്തും എല്ലാം കൂടി ഇട്ട് കൊടുത്തിട്ട് പായസം ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഇനി നമുക്കിതൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. കണ്ടോ, നമ്മുടെ ചൂടോടെ തന്നെ ഈ പായസം കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റാണ്. കണ്ടപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള പായസം റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ പുതിയൊരു റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.